ഹായ് ഹലോ, നമുക്ക് വയനാട്ടിലുള്ള എന്നൂരിലേക്കൊരു യാത്ര പോയാലോ? അപ്പൊ ഇവിടുന്ന് 80 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. വണ്ടി ചാർജ് അടക്കമാണ്. ഇവിടുന്ന് ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തി, ജീപ്പിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. ഇത് ലേഡീസ് ഓൺലി ട്രിപ്പായിരുന്നു. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പൂപ്പരിയുടെ. അപ്പോൾ അന്നേ ദിവസം തന്നെ ഞങ്ങൾ പോയിട്ടുള്ള യാത്രയാണിത്. അപ്പം ഞങ്ങളിത് ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ഒരു കാരണവശാലും നിങ്ങളെടുത്ത ടിക്കറ്റ് മിസ്സാവരുത്. കാരണം ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് അവർ ഉള്ളിലോട്ട് കടത്തുന്നത്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നടന്ന് കാല് കഴഞ്ഞു എന്നുള്ള അവസ്ഥയായി. എന്നാലും എന്താ, അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ പറ്റി. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്നവർ സെക്ടറൊക്കെ കയ്യിൽ വെക്കുക. അത് ഞങ്ങൾ കയറി മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ക ആദിവാസി ഒരുപോലെ തോന്നിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അത്യാവശ്യം കോട ഉണ്ടായിരുന്നു, തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ വളരെ മനോഹരമായിട്ടുള്ള പൂക്കളുണ്ട് കേട്ടോ പോകുന്ന വഴിയൊക്കെ. മുഴുവനായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് വീഡിയോയ്ക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നേ ദിവസം തന്നെയാണ് ഞങ്ങൾ കാരാപ്പുഴയും അമ്പലവയലുള്ള പൂപ്പലി കാണാനും ഒക്കെ പോയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്പീഡിൽ നടന്ന് ഞങ്ങൾ എത്തി. അവിടെ ഇവിടെയും തങ്ങി നിൽക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇതാ മുകളിലേക്ക് സ്റ്റെപ്പ് കയറുകയാണ്. കോട കണ്ടില്ല, നല്ല മനോഹരമായിട്ട് കോട പൊതിഞ്ഞ് നിൽക്കുകയാണ്. പച്ചപ്പ് നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വീഡിയോയിൽ എത്രത്തോളം മനോഹരമായി കിട്ടിയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ പോകുന്ന വഴിയൊക്കെ ഉണ്ട്. ഊരിന്റെ ദൂരെ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത്. ശരിക്കും ഒരു പിക്ചർ കാണുന്ന പോലെ മനോഹരമായിട്ട് തോന്നി. പിക്ചറിലൊക്കെ വരച്ചിരിക്കുന്ന കാണില്ലേ, ചെറിയ ചെറിയ കുടിലുകളും പച്ചപ്പ് നിറഞ്ഞ പ്രദേശം, അതുപോലെ ആയിട്ട് തോന്നി കേട്ടോ. ഇതിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഇവരുടെ തന്നെ ഒരുപാട് പ്രൊഡക്ട്സും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, അമ്പെയ്ത്താണ്, 30 രൂപയാണ് ഇതിനുള്ളത്. അപ്പൊ അതിന് ഗിഫ്റ്റും അവർ കൊടുക്കുന്നുണ്ട്. അവർ പറയുന്ന സ്ഥലത്ത് കറക്റ്റ് പൊസിഷനിൽ കൊള്ളണം. അപ്പൊ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒലക്കെടുത്ത് 2 പേര് ഇടിച്ച് പാട്ട് പാടിയിട്ടാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് പാടിയിട്ട് ആടാടമ്മ എന്നുള്ള പാട്ടില്ലേ, അത് വളരെ മനോഹരമായി പാടിയിട്ടാണ് അവര് ഇടിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. അപ്പൊ എനിക്ക് ഇടിക്കാൻ അങ്ങനെ അത്രേ നന്നായിട്ടൊന്നും അറിയില്ല, എന്നാലും അറിയുന്ന പോലെയൊക്കെ ഇടിച്ചു നോക്കി. പിന്നെ ഇവരുടെ തന്നെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ആദിവാസി നൃത്തം. വളരെ മനോഹരമായിട്ടുള്ള ഒരു നൃത്തമായിരുന്നു അതും. ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട കുട്ടികളാണെന്ന് തോന്നുന്നു. ഇനി ഇവരുടെ സ്റ്റാഫാണോന്നും അറിയില്ല കേട്ടോ. ചില ഭാഗത്തൊക്കെ ഇവരുടെ സ്റ്റാഫിനെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവർ പറയുന്ന അതേ ഒരു ഡ്രസ്സിങ് കോഡൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു നൃത്തമായിരുന്നു ഇത്. അങ്ങനെ നൃത്തമെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഓരോരോ ഊരുകളുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ കുടിലുകൾ. അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറി നോക്കി. വളരെ ഭംഗിയേറിയിട്ടുള്ള മഞ്ഞയും ഓറഞ്ചൊക്കെ കളറുള്ള പൂവുകളാണ് കേട്ടോ. ഇവിടെ കണ്ടപ്പോൾ എനിക്ക് റീൽസ് എടുക്കാൻ തോന്നി, പക്ഷെ അതിനൊന്നും പറ്റിയില്ല. പിന്നെ കണ്ടില്ലേ, ഇവരുടെ ഒരു അടുപ്പ് സെറ്റപ്പ് കണ്ടില്ലേ, പക്ക പഴയകാല ഓർമ്മകളൊക്കെ വന്നു കേട്ടോ. പിന്നെ ചൂട് കായാനുള്ള സെറ്റപ്പ്, വളരെ മനോഹരമായിട്ടുള്ള. ഇതൊക്കെ എന്താന്ന് പോലും എനിക്കറിയില്ല. തേനൊക്കെ ശേഖരിക്കുന്നതാണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെ ബാഗുകള്, ചെറിയ ചെറിയ ഊരുകൾ. അപ്പൊ ആളുകളൊക്കെ അതിന്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കുടിലുകളുണ്ട് കേട്ടോ. ഒരുപാടൊന്നും മുഴുവനായിട്ടൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവരുടെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇത് 2200 രൂപയ്ക്കാണ്, 2000 സംതിങ് ആണ് വരുന്നത്. അങ്ങനെ ചായപ്പൊടി, കാപ്പിപ്പൊടി, ഏല ഇട്ട ചായപ്പൊടി, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. മൈഗ്രെയിനുള്ള മരുന്നുകൾ, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.